ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കൗൺസിലർ തിരുമല അനിലിനെ തള്ളിപ്പറയുകയാണ് BJP. ബാങ്ക് നടത്തിയത് അദ്ദേഹം വ്യക്തിപരമായിട്ടാണ് എന്ന പരാമർശവുമായി BJP നേതാവ് വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ തിരുമല അനിലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് BJPയുടെ ജില്ലാ അധ്യക്ഷൻ കരമന അജിത്ത് ഉൾപ്പെടെയുള്ളവർ, കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നു. കമലേഷ് ചേരുകയാണ്. കമലേഷ്, ഇപ്പോൾ തിരുമല അനിലിനെ ഏതാണ്ട് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് BJP. അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് നമ്മൾ രാവിലെ കണ്ടു. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം എഴുതുകയാണ്. പൈസ ആരും തിരിച്ചടയ്ക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ BJP നേതൃത്വം പറയുന്നത് വ്യക്തിപരമായി അദ്ദേഹം ബാങ്ക് നടത്തുകയാണ്. ഇതൊരു പ്രൈവറ്റ് ബാങ്ക് അല്ലല്ലോ, ഇതൊരു സഹകരണ സംഘമല്ലേ. അതെങ്ങനെയാണ് വ്യക്തിപരമായി നടത്താൻ കഴിയുന്നത്? കമലേഷ്. ഷമ്മി, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് കൈരളി ന്യൂസ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വ്യക്തിപരമായി നടത്തുന്ന ഒരു സഹകരണ സംഘമാണ് എന്നതാണ് ഇപ്പോൾ അവർ പറയുന്നൊരു കാര്യം. അതായത് പൂർണ്ണമായും മരണശേഷവും ഈ തിരുമല അനിലിനെ പൂർണ്ണമായും കൈയൊഴിയുകയാണ് BJP നേതൃത്വം എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് വി മുരളീധരൻ നേരിട്ടത് ഈ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ ആളുകളെ സഹായിച്ചു, പല ആളുകളും വായ്പയെടുത്തു, അവരുടെ തിരിച്ചടപ്പ് കൊണ്ട് അതിന് കാലതാമസം ഉണ്ടാക്കി അവരെ സഹായിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഈ നമ്മുടെ ആളുകൾ എന്ന് പറയുന്നത് BJP നേതാക്കളല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് BJP നേതാക്കളല്ല, അത് അനിലിന് വേണ്ടപ്പെട്ടവരായിരിക്കുമെന്നാണ് ഇന്ന് വി മുരളീധരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ്, മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള വി മുരളീധരൻ പറയുന്നത് എന്നുള്ളതാണ്. അതായത് പാർട്ടി നേതാക്കളായ ആളുകൾ പലതരത്തിൽ ഇതിൽ നിന്നും പണം എടുക്കുകയും അത് തിരിച്ചടക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരാൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അതിൻ്റെ ഭാഗമായുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അത് BJP പ്രവർത്തകരുടെ കാര്യമല്ല പറഞ്ഞത്, BJP നേതാക്കളുടെ കാര്യമല്ല, അത് അനിലിന് വേണ്ടപ്പെട്ടവർക്കായിരിക്കും ഈ ലോൺ കൊടുത്തിട്ടുണ്ടാവുക, അത് തിരിച്ചടക്കാത്തതാണ് പ്രയാസമുണ്ടാക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വി മുരളീധരൻ പറയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൃത്യമായ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്കിപ്പോൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കരമന ജയൻ, അതായത് BJPയുടെ സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ പറയുന്നത് ഇത് BJPയുടെ നേതൃത്വത്തിലുള്ള ബാങ്കല്ല, BJPക്ക് ഒരു ബന്ധവുമുള്ള ബാങ്കല്ല, വ്യക്തിപരമായിട്ടാണ് തിരുമല അനിൽ ഈ ബാങ്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മീൻസ് ഈ സഹകരണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ BJPക്ക് യാതൊരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ തിരുമല അനിലിനുണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക ബാധ്യത BJP ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അത് BJPയെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് അവർ പറയുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ BJP വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് ഈ കുടുംബത്തെയെങ്കിലും ചേർത്ത് പിടിക്കുക എന്നതിനപ്പുറത്തേക്ക്, ഇതിലെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ തിരുമല അനിലിൻ്റെ ബാധ്യതകളെ ഉൾപ്പെടെ തള്ളിപ്പറയുകയാണ്. അതിൽ BJPക്ക് യാതൊരു ബന്ധവുമില്ല, BJPക്ക് യാതൊരു ബാധ്യതയുമില്ല എന്ന് പറയുന്ന ഒരു നിലയിലേക്ക്, അല്ലെങ്കിൽ അത് വ്യക്തിപരമായി തിരുമല അനിൽ ഉണ്ടാക്കിയിട്ടുള്ള ബാധ്യതയാണ്, തിരുമല അനിലിൻ്റെ വേണ്ടപ്പെട്ടവർക്ക് നൽകിയിട്ടുള്ള ലോണുകളാണ് എന്ന് പരസ്യമായി പറയുന്ന നിലയിലേക്ക് BJPയുടെ നേതൃത്വം മാറുന്നു. അത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വി മുരളീധരൻ, അതുപോലെ തന്നെ നിലവിലെ സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള കരമന ജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ളത്. ഷമി. തീർച്ചയായും കമലേഷ്, ഈ വിഷയത്തിൽ ഇവർ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനൊരു വ്യക്തതയില്ല. അതായത് ഈ സഹകരണ സംഘം എന്ന് പറയുന്ന ഒരിക്കലും ഒരു വ്യക്തിക്ക് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമല്ല, അത് ഒരു കൂട്ടായ്മയാണ്. അതിന് വളരെ കൃത്യമായ ഒരു ബൈലയുണ്ട്, അതനുസരിച്ച് മാത്രമേ അത് നടത്താൻ കഴിയൂ. ഇപ്പോൾ വലിയശാല ഫാർമേഴ്സ് ബാങ്ക് എന്നോ അങ്ങനെ എന്തോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ബാങ്കിൻ്റെ ഒരു പേര്. അപ്പോൾ വളരെ കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്, യാതൊരു തരത്തിലുമുള്ള ഒരു ക്രമക്കേടും ഈ ബാങ്കിൽ ഉണ്ടായിട്ടില്ല, നിങ്ങളത് പരിശോധിച്ചാൽ വ്യക്തമാകും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു, ആ ആൾക്കാർ പൈസ തിരിച്ചടയ്ക്കുന്നില്ല, ആ തിരിച്ചടയ്ക്കാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കാൻ അനിലിന് കഴിയുന്നില്ല. അവിടെ ആരോ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി, ആ ബാങ്ക് ഭരണസമിതിയെ തടസ്സപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായി കിട്ടാനുള്ള കടം വർദ്ധിച്ച് വരുന്നു, കൊടുക്കാനുള്ള പണം കൊടുക്കേണ്ടി വരുന്നു, ഫിക്സഡ് ഡിപ്പോസിറ്റ് അടക്കം കൊടുക്കേണ്ടി വരുന്നു എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ഈ തിരുമല അനിൽ പോയി കാണുന്നത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞു. പക്ഷേ ഒരു ഇടപെടലും
നടത്താൻ അവർ തയ്യാറായില്ല. ഇപ്പോൾ ഈ തള്ളിപ്പറയുന്ന വി മുരളീധരൻ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇതിനു മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ അടക്കം കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ള തിരുമല അനിലുമായി ബന്ധപ്പെട്ട് എന്ത് സഹായം ചെയ്യാൻ ഈ BJP നേതൃത്വം തയ്യാറായി? ഇക്കാര്യത്തിൽ അവരുടെ തിരുമല അനിലിൻ്റെ വീട്ടുകാരുടെ അടക്കം പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എന്ത് നിലപാട് BJP സ്വീകരിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരും. കമലേഷ്. ഷമി, തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് BJP പോകുന്നത് എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലും ഈ തിരുമല അനിലിനെ സഹായിക്കുന്ന ഒരു നടപടി BJPയുടെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ തിരുമല അനിലിനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇന്നിപ്പോൾ ഈ വിഷയത്തെ പോലീസിനും CPIM-നും എതിരെ തിരിക്കാനുള്ള ഒരു ശ്രമമാണ് BJP നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിൽ സംസാരിച്ചതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഈ വിഷയങ്ങളെല്ലാം ഈ വി മുരളീധരനും കരമന ജയനും പറയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, തിരുമല അനിൽ വേണ്ടപ്പെട്ടവർക്ക്, തിരുമല അനിലിന് വേണ്ടപ്പെട്ടവർക്കാണ് ഈ വായ്പ നൽകിയിട്ടുള്ളത് എന്ന പ്രസ്താവനയാണ്. അത് BJP-ക്കാർക്കല്ല, BJP-യുമായി ബന്ധപ്പെട്ട ആളുകൾക്കല്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നു. വളരെ സ്പഷ്ടമായി മാധ്യമപ്രവർത്തകർ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നു. അതായത് BJP-യുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ ഈ സംഘത്തിൽ നിന്ന് വായ്പയെടുത്തിട്ടില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിൽ തനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, അക്കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. വസ്തുത എന്തെന്നാൽ, ഈ സഹകരണ സംഘത്തിൽ നിന്ന് BJP-യുടെ ജില്ലാ തലത്തിലുള്ള കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ വലിയ തുക എടുത്തിട്ടുണ്ട്, ലക്ഷങ്ങളുടെ തുക എടുത്തിട്ടുണ്ട്. അത് തിരിച്ചടക്കാൻ വൈകുന്ന ഘട്ടത്തിലാണ് പാർട്ടിയെ തിരുമല അനിൽ സമീപിക്കുന്നത്. അവരോട് സംസാരിച്ച് ഈ തുക തിരിച്ചടക്കാനുള്ള ഒരു ധാരണയുണ്ടാക്കണമെന്ന് സംസാരിക്കുകയും എന്നാൽ ഈ തുക തിരിച്ചടക്കാൻ ആരും തയ്യാറാവുകയും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൻ്റെ ഭാഗമായാണ് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കേണ്ട പണം സമയത്ത് നൽകാൻ കഴിയാത്തതിൻ്റെ ഒരു അഭിമാന ക്ഷതം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഈ തിരുമല അനിലിന്. ആ വിഷമം കൂടിയാണ്, അതായത് പലർക്കും സമയത്ത് പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം, എല്ലാം താൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സാഹചര്യം. ഒരു ഘട്ടത്തിലും പാർട്ടിയുടെ സഹായം, BJP-യുടെ സഹായം അദ്ദേഹത്തിന് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പാർട്ടി നേതാക്കളെ കണ്ട് സംസാരിച്ചിട്ടും അതിലൊരു ഇടപെടലുണ്ടാകാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഈ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് BJP-യുടെ സാധാരണ പ്രവർത്തകർ പോലും ഇപ്പോൾ നേതൃത്വത്തിനെതിരെ പറയുന്നൊരു കാര്യമാണ്. അത് വളരെ കൃത്യമായി പൊതുജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് അനിലിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് BJP രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. കമലേഷ്, ഇതിൽ ഒരു പ്രശ്നം, ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ തിരുമല അനിലിനെ ഏതാണ്ട് ഒരു കുറ്റവാളിയാക്കി നിർത്തുകയാണ് BJP. അതായത് ഈ ക്രമക്കേടെല്ലാം അയാൾ സ്വയം വരുത്തി വെച്ചതാണ് എന്ന് പറയുകയാണ്. അദ്ദേഹമാണ് ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആള് എന്ന് പറയാതെ പറയുകയാണ് BJP നേതാക്കൾ. തീർച്ചയായും ഷമി, ഈ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, നമ്മുടെ ആളുകളെ താൻ സഹായിച്ചു. അതായത് BJP-യുടെ നേതൃത്വത്തിൽ, BJP-യുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നേതാവാണ് തിരുമല അനിൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ തരത്തിലൊരു സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള സംഘമാണത്. സ്വാഭാവികമായും ഒരു സഹകരണ സംഘം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്കറിയാം. അത് ഏതെങ്കിലും പാർട്ടിയുടെ ഭരണസമിതിയാണ് അതിലുണ്ടാവുക എന്നുള്ളത്. പ്രത്യക്ഷമായി പാർട്ടി ഇല്ലെങ്കിൽ പോലും പാർട്ടി നേതൃത്വത്തിലുള്ള ആളുകളുടെ ഭരണസമിതിയാണ്. അതിൽ വോട്ടെടുപ്പ് ഉൾപ്പെടെ നടക്കാറുണ്ട്. ഇപ്പോൾ BJP ആണെങ്കിൽ BJP-യുടെ പാനലിലുള്ള ആളുകളാണ് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ നിലയിലാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു നേതാവിന് വ്യക്തിപരമായി സഹകരണ സംഘങ്ങൾ ആരംഭിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് നിലനിൽക്കെയാണ് നിലവിലിപ്പോൾ വ്യക്തിപരമായി നടത്തുന്ന സംഘമാണ്, അതായത് തിരുമല അനിൽ വ്യക്തിപരമായി നടത്തുന്ന സംഘമാണ്. ആ നിലയിൽ വേണ്ടപ്പെട്ടവർക്കാണ് വായ്പ കൊടുത്തിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ BJP-യുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പറയുന്നത്. അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തിൽ ഈ കുടുംബത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാമെന്നോ ഇതിൻ്റെ ബാധ്യതകൾ തീർക്കാമെന്നോ ഈ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതിനെ അതിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താമെന്നോ ആ നിലയിലുള്ള ഒരു ഇടപെടലും ഇതുവരെയും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ നടത്തിയിട്ടില്ല എന്നിരിക്കെയാണ് അനിലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അനിലിനെ കൈയൊഴിഞ്ഞുകൊണ്ടുമുള്ള നേതൃത്വത്തിൻ്റെ ഈ പ്രസ്താവന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ നേരത്തെ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ രോഷാകുലനാകുന്ന സംസ്ഥാന അധ്യക്ഷനെയാണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മാധ്യമപ്രവർത്തകരോട് അങ്ങേയറ്റം അധിക്ഷേപകരമായി സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു.
അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് വി മുരളീധരനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ പോലും അത് വികാരപരമായി, അതായത് ഒരു പ്രവർത്തകൻ മരിച്ചതിൻ്റെ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്, അതിനോട് വികാരപരമായി പ്രതികരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ മാധ്യമപ്രവർത്തകർ അപ്പോൾ തന്നെ തിരുത്തി ആ ചോദ്യം, അതായത് പ്രവർത്തകൻ മരിച്ചു നിൽക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്, അതിനോട് ആ മാധ്യമപ്രവർത്തകയെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ്, ആ സന്തോഷത്തിലാണ് അവർ അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടായത്. അത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ആ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിരുന്നു എന്ന് ചോദിച്ചപ്പോൾ താൻ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊഴിയുന്ന ഒരു സാഹചര്യം കൂടിയാണ് വി മുരളീധരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതിസന്ധിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ, കരമന ജയൻ ഉൾപ്പെടെ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ പോവുകയാണ്. ഷമി.